ഈ ജാസ്മിൻ ഉണ്ടല്ലോ, നമ്മളെല്ലാം പുറത്തു നിന്ന് കാണുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ ആ കുട്ടി ഇങ്ങനെ ഒരുപാട് സംസാരിക്കുകയും തർക്കിക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്ത് വായവളെന്ന് ചിന്തിക്കും. പക്ഷേ തുടക്കത്തിൽ ജാസ്മിനെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. കണ്ട് 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 വഴിയേ എനിക്ക് ആ കുട്ടിയോട് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ ഞാൻ വോട്ട് അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ കൊടുത്ത വോട്ട് മൊത്തവും ഞാൻ ജാസ്മിനാണ് കൊടുത്തേക്കുന്നത്. ഈ റോക്കി ബായി ഒക്കെ ആണെങ്കിലും പുള്ളിയോടൊക്കെ ആണെങ്കിലും ഇന്ന ആൾക്കാരെന്നില്ല, എല്ലാവരോടും ഒരേ രീതിയിൽ അവർ തിരിച്ച് പറയുന്നു. അവരെയും പറയും, അതുപോലെ തന്നെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പോലും ഒന്നും മനസ്സിൽ വെക്കുകയോ വൈരാഗ്യം വെക്കാത്ത സൂക്ഷിക്കുകയോ ഒന്നും ചെയ്യാതെ അവരോട് വീണ്ടും വീണ്ടും അവർക്കൊരു സങ്കടം വരുമ്പോൾ പോയി സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ജാസ്മിനെ കൂടുതലും കണ്ടേക്കുന്നത്. ആ സമയത്ത് ജാസ്മിൻ ഒരു വിഷമം വന്നാൽ അവൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ ജാസ്മിനെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനായിട്ട് ഈ പറഞ്ഞ ഗബ്രിയാണ് കൂടുതലും അവളോട് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ആശ്വസിപ്പിക്കാൻ വരുന്നവരോട് നമുക്കൊരു താല്പര്യം തോന്നും. അങ്ങനെ ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ളൊരു കോംബോ എന്നൊന്നും പറയാനില്ല. അവർ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം ഉള്ളത് നാട്ടുകാരത് വേറെ രീതിയിൽ ചിത്രീകരിച്ചത് പല രീതിയിലാക്കി അവളെ നാണം കെടുത്തി പറ്റുന്നത്ര പുറത്തായാലും ആ വീട്ടിലായാലും ഒരുപാട് പേര് ഒറ്റപ്പെടുത്തിയപ്പോൾ അവൾക്ക് താങ്ങായിട്ട് നിന്ന ഒരാളെന്ന് പറയുന്നത് ഗബ്രിയാണ്. അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾ സെക്കൻഡ് റണ്ണറപ്പായിട്ടാണ് ഇപ്പോൾ ജാസ്മിൻ വിജയിച്ചിരിക്കുന്നത്. പക്ഷേ അത് അവളുടെ കഷ്ടപ്പാടും അത് അവളുടെ ഒരുപാട് ഈ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അത്. ശരിക്കും ഒരാണാണ് ജാസ്മിന് പകരമെങ്കിൽ ആൾക്കാരെല്ലാം ഏറ്റെടുത്ത് വിജയിയാക്കിയതിനായിരുന്നു. ഇതിപ്പോൾ ഒരു പെണ്ണായി പോയതുകൊണ്ട് മാത്രമാണ് ജാസ്മിനെ ഇത്രയും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായത്. എന്നാൽ പോലും ദൈവം അവളുടെ കൂടെ എന്ന് പറയുന്ന പോലെ സെക്കൻഡ് റണ്ണറപ്പ് പൊസിഷനിലെത്തി. അത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റാണ് ജാസ്മിന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ നമുക്ക് വിജയമായിട്ട് തന്നെ കാണാം കേട്ടോ. കാരണം ഇത്രയും ഒറ്റപ്പെടുത്തലുകൾ, ഇത്രയും സ്ട്രെസ്സ് കാര്യങ്ങൾ, ഒരുപാട് പേര് ഒരുപാട് പേര് തള്ളിക്കളഞ്ഞിട്ട് അത്രയും നാൾ പിടിച്ച് നിന്ന്, അത്രയും മനക്കട്ടിയോടെ പിടിച്ച് നിന്ന് ഈ ഒരു ലെവലിൽ എത്താൻ സാധിച്ചെങ്കിൽ ആ കുട്ടി ശരിക്കും വിന്നറാണ്. അത് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കടന്നു പോയിട്ട് ഇത്രയും 100 ദിവസം നിന്നെങ്കിൽ ജാസ്മിൻ ശരിക്കും ഒരു പോരാളിയാണ്. സത്യമാണ്. അത് നമുക്കിപ്പം മനസ്സിലാകത്തില്ല. നമ്മളിൽ ഒരാൾ പോയി ആ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. ഒരു പെൺകുട്ടി 10-24 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രയും പിടിച്ച് നിന്ന് ഈ ഒരു പൊസിഷനിലെത്തെങ്കിൽ റിയലി ഷീ ഈസ് ഗ്രേറ്റ് ശരിക്കും.